ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമെൻ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ്. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നു, നമ്മുടെ കമൻറ്റിൽ പറയുന്നു നമ്മളുടെ എക്സാം ചേഞ്ച് അല്ലെങ്കിൽ വെൻഡർ ചേഞ്ചിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് അന്ന് ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തതായിരുന്നു. വെൻഡർ ചേഞ്ച് വന്നാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് വെൻഡർ ചേഞ്ചിനെ പറ്റി അന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ വീക്ക് വീഡിയോ ചെയ്യാഞ്ഞത്. ഇനിയിപ്പോൾ ഒരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് എന്നൊരു എക്സാം ഉണ്ട്. ആ എക്സാം ഒരുപാട് പേര് എഴുതി കാണും, അല്ലെങ്കിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് കാണും, കുറച്ച് പേർക്ക് ഇത് അറിയാത്തേ ഉള്ളൂ. അപ്പോൾ ഈ സെലക്ഷൻ പോസ്റ്റ് എക്സാം നടന്നു, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടന്നു. അപ്പോൾ അതിൽ ഈ വെൻഡർ പുതിയ ചേഞ്ച് ചെയ്ത ആൾക്കാരാണ് വന്നിട്ടുള്ളത്. TCS മാറി വന്നിട്ടുള്ള ആൾക്കാർ. അത് ഒരു വെൻഡർ ആയിരിക്കണമെന്നില്ല. അതിനകത്ത് ക്വസ്റ്റ്യൻ ഇടുന്ന ഒരു ടീം, സോഫ്റ്റ്വെയറിൻ്റെ ഒരു ടീം, അതുപോലെ എക്സാം നടത്തുന്ന ഒരു ടീം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ സെലക്ഷൻ പോസ്റ്റ് എക്സാം നടന്നപ്പോഴാണ് എന്ത് ചെയ്തത്, ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ SSC പഠിക്കുന്നവർക്കിടയിൽ ഉണ്ടായത്. അപ്പോൾ മെയിനായിട്ടും അത് സെലക്ഷൻ പോസ്റ്റ് എക്സാം എഴുതുന്നതിനെ പറ്റിയല്ല, CGL 2025 എഴുതാൻ പോകുന്നവർ, അല്ലെങ്കിൽ ഇനി CGL പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഇനി SSC എക്സാമുകൾക്ക് മുന്നോട്ട് പഠിക്കുന്നവർക്കാണ് ഇത് പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നത് എന്താ, പ്രശ്നം ഉണ്ടാവും. CGL സെലക്ഷൻ പോസ്റ്റിൽ നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ നിങ്ങളെ ഈ ഒരു സിംഗിൾ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ, എന്തൊക്കെ നമുക്ക് അതിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്, കുറച്ച് ആൾക്കാർ, കുറച്ച് പഠിക്കുന്ന കുട്ടികൾ വീഡിയോ തപ്പുവാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറുവാണ്, ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ കയറുവാണ്, ടെലിഗ്രാമിൽ കയറുവാണ്. അങ്ങനെ ചർച്ചകളാണ്. ഓരോരുത്തരുടെ വീഡിയോ, ഓരോ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ വീഡിയോ, ഹിന്ദി ചാനലാണ് മെയിനായിട്ടുള്ളത്. അതിന് വീഡിയോ എടുക്കുന്നു, അത് കാണുന്നു, അതിനകത്തുള്ള കമൻറ്റ് വായിക്കുന്നു, എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു പാനിക് സിറ്റുവേഷൻ എന്ത് ചെയ്യുകയാണ്, ക്രിയേറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാനിത് വീഡിയോ ചെയ്യത്തില്ലായിരുന്നു, ജസ്റ്റ് ചോദിക്കുന്നിടത്ത് മറുപടി പറയത്തുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ പാനിക് ആവേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ അതിൻ്റെ ഒരു ഉത്തരവാണ്. ഇങ്ങനെ പാനിക് ആവണോ? ഈ പാറ്റേൺ മാറിയാൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവും? ഇനി മുന്നോട്ട് എന്ത് ചെയ്യാം? ഇനിയുള്ള എക്സാമുകൾക്ക് ഈ ചേഞ്ച് ചെയ്ത പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ചേഞ്ച് ചെയ്ത പാറ്റേണിൽ മുന്നോട്ട് എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ വെൻഡർ ചേഞ്ചിനെ പറ്റിയും ഈ നടന്ന എക്സാമിനെ പറ്റിയും, അതുപോലെ ഇനി CGL 2025 എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയും, അല്ലെങ്കിൽ CHSL 2026 അടുത്ത എക്സാമുകൾ CHL 2025 എഴുതാൻ പോകുന്നവർക്കും, അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള എക്സാമുകൾ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അഡ്വൈസും, എന്തൊക്കെ കാര്യങ്ങൾ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ചറവറാന്ന് വീഡിയോ ഓരോ ദിവസവും ചെറിയ വീഡിയോസ് ആയിട്ട് ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വീഡിയോ സീരീസ് ഒന്നും ചെയ്യേണ്ട ഒരു സംഭവം അല്ലത്. ഒരൊറ്റ വീഡിയോയിൽ കാര്യം പറയുക, എന്താ ചെയ്യേണ്ടതെന്ന് പറയാം, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ഡേറ്റ് എന്ത് ചെയ്യണമെന്ന് പറയാം, അത് മതി. ചുമ്മാ അവിടെ ഇവിടെയും കിടന്ന് കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യാം, ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മതി. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ചെറവറാന്ന് വീഡിയോസ് കാണണ്ട, എന്ത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ഡീറ്റെയിൽസ് ആണ്. മാക്സിമം ക്ലാസ്സുകളെല്ലാം കണ്ട് നോക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പാറ്റേണിൽ എന്ത് ചെയ്യാന്നുള്ളതും ഈ ചാനലിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നുള്ളതും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം ഞാൻ കുറച്ച് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട്, ഇതുവരെ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. നമ്മുടെ TCSൻ്റെ ഇത് കഴിഞ്ഞു, കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ TCS 18 ജൂലൈയിൽ SSC സൈറ്റിൽ ഒരിത് വന്നു, എന്താണ്, നമുക്ക് എക്സാമിൻ്റെ ഇത് മാറുവാണെന്നുള്ളത്. അപ്പോൾ TCS അവരുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ എന്തായി, പുതിയ വെൻഡേഴ്സായി. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്? അപ്പോൾ ആദ്യമേ അവർ തന്നെ കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എഡ്യൂക്വിറ്റി എന്ന് പറയുന്ന അവരാണ് എക്സാം നടത്തുന്നത്. അത് ക്വസ്റ്റ്യൻസ് ഇടുന്നവർ അവരല്ല, ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്ന AI ആണെന്ന് പറയുന്നു. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കത് പ്രശ്നമില്ല. അപ്പോൾ ഇവർ എക്സാം നടത്തുവാണ്. ഇവർ എക്സാം നടത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ അവർ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നു. എന്താ, ഇപ്പോൾ നമ്മുടെ അഡ്മിറ്റ് കാർഡ്, ഇപ്പോൾ കമ്മീഷൻ കോപ്പി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ SSC എക്സാമുകൾക്ക് പോകുന്ന സമയത്ത്. ആ കമ്മീഷൻ കോപ്പി ഇപ്പോൾ ഇല്ല. നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെയാണ് എന്തുള്ളത്, നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ എഴുതി, ആ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ലെറ്റർ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ എഴുതിയിട്ട് ഇൻവിജിലേറ്ററിൻ്റെ സൈനൊക്കെ വാങ്ങി നമ്മൾ ഒരു അഡ്മിറ്റ് കോപ്പി എന്ത് ചെയ്യണം, കൊടുക്കണം. അതൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും. അതൊക്കെ നമ്മുടെ SSC സൈറ്റിൽ എന്ത് വരുന്നുണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ SSCയുടെ ഒഫീഷ്യൽ സൈറ്റ്, ssc.gov.in. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യും, അവർ നോട്ടീസായിട്ട് തന്നെ എന്ത് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഇതിനകത്ത് വരും. ഇതിനകത്ത് എന്തായാലും വന്നിരിക്കും. നിങ്ങൾ ഈ ഒരു സൈറ്റ്, നമുക്ക് ഗൂഗിൾ ക്രോം എടുക്കുക, അതിനകത്ത് ssc.gov.in എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് കിട്ടുന്നത് ssc.nic.in. സോറി, എൻ്റെ SSC ഇതല്ല, ഇത് പഴയ സൈറ്റാണ്. യെസ്, ഈ സൈറ്റ്
nic.in അല്ല gov.in ആണ്. gov.in ഇതെടുത്തിട്ട് ഇതെന്ത് ചെയ്യുക, ഇതിൻ്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നോട്ടീസ് ബോർഡ് കിട്ടും. അപ്പോൾ ഇതിൽ അറിയാൻ പറ്റും കാര്യങ്ങളല്ല. നിങ്ങൾ ചെറുപറ വീഡിയോസ് തപ്പി നടക്കേണ്ട. മാക്സിമം ഇനി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാൻ ഏത് ചാനൽ ഫോളോ ചെയ്യണമെന്നും പറഞ്ഞു. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അങ്ങനത്തുള്ള കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യം അതെല്ലാം ഡീറ്റെയിൽഡ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ എക്സാം നടന്ന സമയത്ത് ഇപ്പം ഇങ്ങനെ ഇത് മാറി, ഇൻ്റർഫേസ് മാറി, ഡെമോ ആയിട്ട് ന്യൂ പാറ്റേൺ എവിടെ വന്നു, SSC സൈറ്റിൽ വന്നു. അതൊക്കെ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചാണ്. ഈ ന്യൂ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നിങ്ങൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലായാലും അല്ലെങ്കിൽ ഒലി ബോർഡിലായാലും ഒക്കെ എന്തായിരിക്കും, ആ ഒരു പാറ്റേണിൽ ചെയ്ത് പഠിച്ചിരുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഉള്ള സമയത്ത് ഡെമോ മോക്ക് ഇട്ട സമയത്ത് ഒരുപാട് സൈറ്റുകൾ എന്ത് ചെയ്തു, ഇത് കോപ്പി ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു സംഭവം കോപ്പി ചെയ്ത് അവരും എന്ത് ചെയ്തു, ഇതേ മെത്തേഡിൽ നമ്മുടെ ഇപ്പം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ മോക്ക് ടെസ്റ്റ് സീരീസ് CGL 2025 ഇതെടുക്കുക. എന്നിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന അതിനകത്ത് AI ജനറേറ്റഡ് അൾട്ടിമേറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ AI ജനറേറ്റഡ് ടെസ്റ്റ് എടുക്കുക. അപ്പോൾ അതിലെന്ത് ചെയ്യും, ന്യൂ പാറ്റേൺ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഈ പാറ്റേണിലാണ് എന്ത് ചെയ്തത് ഇപ്പോൾ എക്സാം നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലി ബോർഡിൽ പോകാം. ഒലി ബോർഡിൻ്റെ ലൈവ് മോക്ക് ഇപ്പോൾ നടക്കുന്നു, CGLൻ്റെ ലൈവ് മോക്ക് നടക്കുന്നു, ഒലി ബോർഡിൻ്റെ ലൈവ് മോക്ക് നടക്കുന്നു. അതും എന്താണ്, ഈ ന്യൂ പാറ്റേണിലാണ്. അപ്പോൾ ഇതൊരു 2-3 പരീക്ഷ ഫുള്ള് എഴുതി കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 4 എക്സാം നിങ്ങൾ അങ്ങ് എഴുതി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ പാറ്റേൺ, ഈ ഇന്റർഫേസ്, ഇതിനെ ഇന്റർഫേസ് എന്ന് പറയുന്നത്, ഇന്റർഫേസ് ചേഞ്ച് ചെയ്താൽ പ്രശ്നം അങ്ങ് തീരും. അതവിടെ അവസാനിച്ചു. പക്ഷെ എന്ത് ചെയ്യണം, ഇതിന് മെനക്കെടണം. ചുമ്മാ ഇരുന്നത് മാറി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. ഇത് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇന്റർഫേസ് മാറി. ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പുതിയ മോക്ക് ടെസ്റ്റുകളിലെ ഈ ഇന്റർഫേസിലായിരിക്കും. ഇപ്പോൾ CGL 2026 പഠിക്കുന്ന ഒരു ഇന്റർഫേസ് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഇത് എവിടെയാണ്, ആർക്കാണ് പണി കിട്ടിയിട്ടുള്ള ആർക്കാണ്? നേരെ പോയിട്ട് ഇതൊന്നും കാണാതെ, ഇങ്ങനെ ഒന്നും കാണാതെ, ഈ സംഭവങ്ങളൊന്നും അറിയാതെ പോയിട്ട് പഴയ രീതിയിൽ മോക്ക് എഴുതി പോയിട്ട് അവിടെ പോയിട്ട് പുതിയ ഇന്റർഫേസ് കാണുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ആരായാലും, ഇപ്പം ഞാനായാലും നിങ്ങളായാലും ആരായാലും എന്ത് ചെയ്യും, അവിടെ ഒന്ന് നമ്മുടെ സമയം എന്ത് ചെയ്യും, നമുക്കൊന്ന് സെറ്റ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് മസ്റ്റാണ്. പുതിയൊരു കാര്യം എപ്പോഴും എന്താണ്, നമ്മളവിടെ എക്സാമിന് പ്രഷർ കൂടെ ആകുമ്പോഴത്തേക്കും പ്രശ്നമാവും. പക്ഷെ അത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇന്റർഫേസ് പുതിയ എല്ലാത്തിൻ്റെ അതാണ്. അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന സാധനമാണ്. പിന്നെ പുതിയ പാറ്റേണിൻ്റെ കാര്യമെല്ലാം പറഞ്ഞുതരാം. ഇന്റർഫേസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് അവരുടെ എന്താണ്, ഇപ്പോൾ സെലക്ഷൻ പോസ്റ്റ്, അപ്പോൾ ന്യൂ പാറ്റേണിൻ്റെ ഇത് വന്നു, ഇന്റർഫേസ് നിങ്ങൾ കണ്ടു അതുവരെ ഓക്കെയാണ്. പിന്നെ എന്ത് നടന്നു, സെലക്ഷൻ പോസ്റ്റ് എക്സാം നടന്നു. സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം നടന്നു. ഈ സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം നടന്നപ്പോൾ അവിടെ എന്തുണ്ട്, പ്രശ്നം എന്താണ്, ഈ സെൻറ്റേഴ്സുകൾ പ്രശ്നമാണ്. അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് എന്ത് കിട്ടില്ല. നമ്മൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ഒക്കെ കൊടുക്കുമായിരുന്നു, എറണാകുളം കൊടുക്കുമായിരുന്നു. ഇത് സെൻറ്റേഴ്സിൽ ഇവർക്ക് ഈ നടത്തുന്നവർക്ക് TCS പോലെ കോൺട്രാക്ട് ഉള്ളവരല്ല, ഇവർക്ക് എന്തില്ല, സെൻറ്റേഴ്സ് ഇല്ല. അപ്പം തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ പിന്നെ ആലപ്പുഴ ഒരെണ്ണമുണ്ട്, പിന്നെ തൃശ്ശൂരുണ്ട്, പിന്നെ മലപ്പുറം, അങ്ങനെയാണുള്ളത്. അപ്പോൾ അത് മോസ്റ്റ്ലി ലേഡീസിലാണ് എന്ത് കിട്ടിയത്, കേരളത്തിനകത്ത് കിട്ടിയത്. എൻ്റെ കുറേ കുട്ടികൾ, എനിക്കറിയാവുന്ന കുറേ ആൾക്കാരും എന്താണ്, മാംഗ്ലൂരാണ്. നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേർക്ക് മാംഗ്ലൂരാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സിൻ്റെ കാര്യം പിന്നെയും കുഴപ്പമില്ലെന്ന് പറയുന്നു. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആ ഒരു, ഞാൻ കുറേ വീഡിയോ നോക്കി, ഇതിന് ഓതൻറ്റിസിറ്റി വേണ്ടത് കൊണ്ട് ഞാൻ കുറേ വീഡിയോ നോക്കി. അതിനകത്തൊക്കെ കമൻറ്റുകളൊക്കെ കണ്ട് നമ്മൾ പേടിച്ചു പോകും. അത് പറഞ്ഞത് എന്താ, അവരുടെ ആ ഒരു മഴ പെയ്ത് ചോർന്നൊലിക്കുന്നു. പിന്നെ അവിടെ അവർ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ആൾക്കാർ വെള്ളം തുടച്ച് കളയാൻ, അതായത് ക്ലീനിങ് സ്റ്റാഫ് വന്ന് വെള്ളം തുടച്ച് കളയുന്നു. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ കണ്ടു, ഇൻവിജിലേറ്റേഴ്സ്. അപ്പോൾ പണ്ട് ഇതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. അത് അവിടെ എന്തുണ്ട്, നല്ല രീതിയിൽ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സെലക്ഷൻ പോസ്റ്റ് എക്സാം ആണ് നടന്നത്. അവിടെ ഇങ്ങനൊരു പ്രശ്നം സംഭവിച്ചു. ഇപ്പോൾ എക്സാമിൻ്റെ ലെവലിനെ പറ്റി ഒന്നുമല്ല പറയുന്നത്. അവിടുത്തെ ആ ഒരു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങളുണ്ട്. ഫാനില്ല, മൗസിനാണ് എല്ലാവരും പറയുന്നത്. അവിടെ എല്ലാം മൗസ് 4 വട്ടമൊക്കെ ചേഞ്ച് ചെയ്ത ആൾക്കാരുണ്ടെന്ന് പറയുന്നു. ആ എക്സാം റൂമിലിരുന്ന് അവരുടെ കാര്യം നമ്മുടെ കൂട്ടല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവന്മാർ, എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഡൽഹിയിൽ ഒരു എക്സാം എഴുതാൻ പോയ സമയത്ത് അവിടെ എന്തെങ്കിലും ചെറിയൊരു സീൻ വന്നാൽ തന്നെ ഇവന്മാരെല്ലാം കൂടി ഇന്നിട്ടങ്ങ് നിൽക്കും, ഇതിൻ്റെയൊക്കെ മേളിൽ കയറി നിൽക്കും. അപ്പം അങ്ങനത്തുള്ള ടീംസാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ ഈ ഒരു സംഭവം നടന്നെങ്കിൽ കേരളത്തിൽ നമ്മൾ അത്രയും പ്രതികരിക്കത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെ അത്രത്തോളം പ്രതികരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവന്മാരെന്ത് ചെയ്യും, പ്രൊട്ടക്ഷനായിട്ട് പോകും. അപ്പോൾ അതൊന്നും നമ്മൾ പ്രൊട്ടക്ഷനായിട്ട് ഡൽഹിയിൽ പോയി ഒന്നും വേണ്ട. നിങ്ങൾ ആ ഒരു ട്വിറ്റർ ക്യാമ്പയിൻ അവർ നടത്തുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ SSCക്ക് മെയിൽ അയക്കുക. SSCയുടെ മെയിൽ ഐ ഡിയൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. മെയിൽ ID അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇവിടെ നിന്ന് കിട്ടും, ഇതിനകത്ത് സൈറ്റിൽ നിന്ന് കിട്ടും. മെയിൽ ഐഡിയിലോട്ട് മെയിൽ അയക്കുക, അല്ലെങ്കിൽ ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറയും ഇങ്ങനെ ഒരു സംഭവം പ്രശ്നം ഉണ്ടായി, നമുക്ക് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ ട്വിറ്റർ ക്യാമ്പയിനിൽ കൊടുക്കുക. അല്ല നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡൽഹിയിൽ പോയിട്ട് ഇത് ചെയ്യാനോ, അതൊക്കെ ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോൾ ഡൽഹി പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വെറുതെ ഈ വീഡിയോസ് കണ്ടിരുന്നാൽ നിങ്ങളുടെ ടൈം പോത്തുള്ളൂ. സെലക്ഷൻ പോസ്റ്റിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അതെന്ത് ചെയ്യണം, അവർ ചേഞ്ച് ചെയ്യണം. അവന് എന്ത് ചെയ്യും, അത് SSCയുടെ കയ്യിലാണ്. അത് SSC ചെയ്തോളും കേട്ടോ. ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ആ ഒരു കംപ്ലൈൻറ്റുകൾ ഒരുപാട് പോയിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ നിന്ന് അത്യാവശ്യം ഓൾ ഇന്ത്യ എക്സാം ആയതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രശ്നം ഒരുപാട് പേര് പറഞ്ഞു.
നല്ല രീതിയിൽ എന്തുകൊണ്ട് നല്ല രീതിയിൽ പ്രശ്നമുണ്ട്, ഈ മൗസിന് പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഒന്ന് മുൻകൂട്ടി കാണണം ഇങ്ങനെ ഒരു പ്രശ്നം വരും. പിന്നെ ഈ സെൻറ്റേഴ്സിൻ്റെ കാര്യം, ഒരുപാട് ദൂരം പോകേണ്ടി വരും. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർക്ക് അധികം ഈ ഒരു സെൻറ്റേഴ്സ് എവിടെയാണെന്നുള്ളത്, ചിലർക്ക് ബ്ലാങ്ക് ആയിരുന്നു, ആ സെൻറ്ററിൻ്റെ ആ സിറ്റി മാത്രമേ ഉള്ളൂ ബ്ലാങ്ക് ആയിരുന്നു ഏത് സ്ഥലമാണെന്നുള്ളത്. ചില അഡ്മിറ്റ് കാർഡ് അങ്ങനെ കണ്ടു. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. ഇപ്പം നേരത്തെ പോലെ സമയത്തിൻ്റെ കാര്യം നോക്കുന്നില്ല, സെക്യൂരിറ്റി. ചില സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ നേരത്തെ കമ്മലും അതൊന്നും ഇട്ടുകൊണ്ട് കയറ്റത്തിലായിരുന്നു. ചില സ്ഥലത്ത് ബെൽറ്റും അതെല്ലാം ഇട്ടുകൊണ്ട് കയറ്റി, ചില സ്ഥലത്ത് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കി എന്നുള്ള രീതി പറയുന്നു. അതെന്താണ് റാൻഡം ആയിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള ഇതാണ് വരുന്നത്, റിവ്യൂ ആണ് വരുന്നത്. നോർത്ത് ഇന്ത്യയിൽ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. അത് എന്താണ് ടെക്നിക്കൽ പ്രശ്നങ്ങളാണ്. അതെന്ത് ചെയ്യും, അവർ സോൾവ് ചെയ്യും. കുറച്ച് സ്ഥലത്ത് എക്സാം ക്യാൻസൽ ആയി, അത് സോൾവബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് ചെയ്തിരിക്കും കേട്ടോ. അത് അവർ ചെയ്യും. ചെയ്യില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു എക്സാം, ഇത്രയും നല്ല പോസിബിൾ ആയിട്ടുള്ള എക്സാം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കണ്ടക്ട് ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല. അതെന്ത് ചെയ്യും, അവർ പൈസ മുതലിക്കിട്ടായാലും ചെയ്യും. ഇപ്പം ഇവിടെ ഇനി വേറൊരു പ്രശ്നം, ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതുകൊണ്ടല്ല, ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് കാണിക്കാനല്ല. ഇതെല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അറിയാവുന്ന കാര്യമാണ്. ഇത് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത് ഇപ്പോൾ ലെവല് നമ്മൾ 10th ലെവൽ എക്സാം ഉണ്ടായിരുന്നു, +2 ലെവൽ എക്സാം ഉണ്ടായിരുന്നു, ഡിഗ്രി ലെവൽ എക്സാം ഉണ്ടായിരുന്നു. ഈ ലെവൽ ആദ്യത്തെ 2 കണ്ടപ്പോൾ ഇതെന്തായിരുന്നു, ഇത് ലെവൽ ഈസി ആയിരുന്നു, നല്ല ഈസി ആയിരുന്നു. 10 നല്ല ഈസി, ഇത് കുറച്ചുകൂടെ പാട്. ഡിഗ്രി ലെവൽ എന്തായിരുന്നു, ഹാർഡായിരുന്നു പറഞ്ഞു. ഈ ഹാർഡാന്ന് പറയുമ്പോൾ ഈസി ആയിക്കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഈസി ആയിക്കഴിഞ്ഞാൽ, എക്സാം ഈസി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും 90-95 എഴുതിയിട്ട് വരും. അവിടെ നോർമലൈസേഷൻ്റെ പ്രശ്നം വരും. ചെറിയതായിട്ട് മാർക്ക് കുറയുന്നവർക്ക് വരും, പിന്നെ അവരുടെ മാർക്ക് കുറയ്ക്കും. ഒരു പർട്ടിക്കുലർ മാർക്കിന് കൂടുതലുള്ളവർക്ക് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, കുറച്ച് മാർക്കിനും കൂടത്തുള്ളൂ. അപ്പോൾ ഈ ഈസി ആയിട്ടുണ്ട് വലിയ ഗുണമൊന്നുമില്ല, ആർക്കും ഗുണമില്ല. എന്നാൽ ഈ ഹാർഡായ സ്ഥലത്ത് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഈ ഹാർഡായെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹാർഡായിട്ടാണ് വന്നത്, എല്ലാവർക്കും, നിങ്ങൾക്ക് മാത്രമല്ല ഹാർഡായിട്ടാണ് വന്നത്. ഇവിടെ ചെയ്യേണ്ട കാര്യം, ഇവിടെ ഈ ഹാർഡ് വന്നെന്ന് പറയുമ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഇതിനകത്ത് മാത്സിനകത്ത് പുതിയ പാറ്റേൺ അല്ല, സിലബസിലുള്ള സാധനമാണ്. കാര്യം ഞാൻ പറഞ്ഞു, എപ്പോഴും നിങ്ങൾ CGL പ്രിലിംസിനെന്ന് പറഞ്ഞ് പഠിക്കരുത്. പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, CGL മെയിൻസിൻ്റെ ലെവൽ വരെ പഠിക്കണം. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു, പ്രോബബിലിറ്റി വന്നു, സ്റ്റാറ്റിസ്റ്റിക്സ് വന്നു, കോർഡിനേറ്റ് ജോമെട്രി വന്നു, ലോഗ് വന്നു പറഞ്ഞു. ലോഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വിട്ടാരം. ലോഗ് നമ്മൾ പഠിച്ചിട്ടില്ല, വേണ്ട, വിട്ടാരം. കോർഡിനേറ്റ് ജോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, ഈ 3 സാധനങ്ങൾ, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ ഓൾറെഡി പഠിച്ചു. ഇത് 3 സാധനങ്ങൾ ഓൾറെഡി മെയിൻസിന് വേണ്ടി പഠിച്ചാണ്. പ്രോബബിലിറ്റി ഓൾറെഡി ഈ ചാനലിൽ തന്നെ 3 വീഡിയോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റ്സും കോർഡിനേറ്റ് ജോമെട്രി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യും, നിങ്ങൾ CGL മുന്നേ ഞാൻ ചെയ്യും. സ്റ്റാറ്റ്സും കോർഡിനേറ്റ് ജോമെട്രി അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ചെയ്തതാണ്. അപ്പോൾ ഈ മാത്സിൻ്റെ നിങ്ങൾ 25 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആ 25 ക്വസ്റ്റ്യനും എല്ലാവർക്കും പാടുള്ളത് എത്ര പാടുള്ളതെന്നൊക്കെ എനിക്ക് വന്നിട്ടേ പറയാൻ പറ്റും. നമ്മളിപ്പോൾ അവിടെ പോയി എക്സാം എഴുതുന്നവർക്ക് കുറച്ചൊരു ഇതേ പറയാൻ പറ്റും. അവിടെ എക്സാം എഴുതിയവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാത്രമേ പറയാൻ പറ്റൂ. എക്സാക്ട് ക്വസ്റ്റ്യൻ ഏതായിരുന്നു, ചെയ്യാൻ പറ്റുന്നതായിരുന്നു, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ചിലവർ പറയുന്നു 25-20 ചെയ്യാൻ പറ്റുന്നതായിരുന്നു, ചിലവർ പറയുന്നു 15 പോലും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് വന്നു എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടാവും, ഒരുപാടൊന്ന് മാറി എന്നുള്ള രീതിയിൽ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ GK അവർ പറയുന്നു സ്റ്റാറ്റിക് ഇല്ല, പോളിറ്റി ഇല്ല, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിരുന്നു. GKക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിരുന്നു. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഇംഗ്ലീഷിനകത്ത് എന്തില്ല, വൊക്കാബ് കുറവായിരുന്നു. പിന്നെ പറഞ്ഞ എന്താണ്, നമ്മുടെ ക്ലോസ് ടെസ്റ്റ് ഇല്ല, പക്ഷേ പാസേജ് ഒരുപാട് ഉണ്ടായിരുന്നു. അതുപോലെ ആക്റ്റീവ് പാസീവ് വോയിസ് അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഒരു ഓർഡർ ഇല്ലായിരുന്നു പറഞ്ഞു. PQRS ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. റീസണിങ്ങിനകത്ത് കുറച്ച് എന്താണ് വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രശ്നമുള്ള ക്വസ്റ്റ്യൻസ്, ക്രിട്ടിക്കൽ തിങ്കിങ്ങും റീസണിങ് കുറച്ച് സീനായിരുന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അപ്പോൾ ഇത് ഇത്രയും കണ്ടു ഭയങ്കര പ്രശ്നമായിരുന്നു എന്നൊക്കെ എല്ലാം കൂടെ കേട്ടതിന് ശേഷം കുറേ പേര് എന്ത് ചെയ്യുന്നില്ല, ഒരു സമാധാനമില്ലാത്ത എന്തുകൊണ്ടാണ്, എനിക്ക് അടുത്ത എക്സാം എഴുതേണ്ടതാണ്, എനിക്ക് അടുത്ത വർഷം എഴുതേണ്ടതാണ്, എന്ത് പറ്റും ഇങ്ങനെ ആയാൽ, പഴയ എല്ലാവർക്കും പ്രശ്നമാണ്. PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത്, TCSന്റെ മാത്രം നിങ്ങൾ പിനാക്കിൾ ബുക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മാത്രം ചെയ്തുകൊണ്ട് പോയവർക്ക് എന്ത് പറ്റും, ഇത്രയും പഠിച്ചെല്ലാം വെറുതെ ആയോ? അപ്പോൾ ഇതിനുള്ള ഉത്തരവാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ സിലബസ് എന്ന് പറഞ്ഞാൽ സിലബസ് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ചേഞ്ച് ചെയ്തിട്ടില്ല. സിലബസ് എന്ന് ചേഞ്ച് ചെയ്യുന്നു അന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം മാറ്റാം. അത് എല്ലാവർക്കും ഒരുമിച്ച സിലബസ് ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ TCSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ സിലബസിനെ ബേസ് ചെയ്ത്. ഇവർക്ക് പറ്റിയ കുഴപ്പം എന്തായിരുന്നു, ഇവർ ഒരു ക്വസ്റ്റ്യൻ പൂളങ്ങ് ഇടും, അതിനകത്തുനിന്ന് MTSന് എടുക്കും, CHS എടുക്കും, CGL എടുക്കും. ചിലപ്പോൾ MTSന്റെ ക്വസ്റ്റ്യൻ CGLനേക്കാളും പ്രയാസമായിരിക്കും. പക്ഷേ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, ഇവരുടെ ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യനാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചവരുടെ കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോയവർക്ക് ഇനിയുള്ള സമയമായാലും ഇനി നിങ്ങൾ കണ്ടോണം ഈ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ നമ്മുടെ ഒലീവ് ബോർഡ്, അതുപോലെ ഇനി ഗഗൻ പ്രതാപിന്റെ റാങ്കേഴ്സ് അങ്ങനെ എന്തോ ഒരു ഒന്നുണ്ട്, റാങ്കേഴ്സ് സ്പെസിഫിക്. ഇതൊന്നും നിങ്ങൾ എടുക്കേണ്ട, ഇത് ഇത്ര എടുത്താൽ മതി. ഇത് എടുക്കുന്നെങ്കിൽ എടുത്തോ, കുഴപ്പമില്ല. RBയുടെ അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് പുതിയ പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കീ ഒന്ന് വന്നോട്ടെ, അവരെന്ത് ചെയ്യും, ആ ഒരു മോക്ക് ടൈപ്പിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. അപ്പോൾ ഓൾറെഡി ഈ പഠിച്ച് സെറ്റായിട്ടിരിക്കുന്നവർ ഇതുകൂടെ അങ്ങ് ചെയ്താൽ മതി. അത് വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, GK ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഓരോന്നിനും എന്ത് ചെയ്യണമെന്ന് പറയാം.
അപ്പോൾ ഈ സമയത്ത് ഈ സിലബസ് ഇപ്പം ഒരേ ടോപ്പിക്ക് തന്നിട്ട് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയുന്നു, എന്നെക്കായും എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇയാൾ കുറച്ച് എന്ത് ചെയ്യും, ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ഇടുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസിനേക്കായും കുറച്ച് മാറ്റി ചോദിക്കും. ചിലപ്പോൾ 2 കൺസെപ്റ്റ് ഒരുമിച്ചെടുത്ത് ഇതിനകത്ത് ചോദിക്കും, അതേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവിടെ എല്ലാം ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യം എന്താണ്, നമ്മുടെ ബേസ് സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഓൺലി PYQ പറ്റത്തില്ല, എന്നാൽ PYQ ഇല്ലാതെ പറ്റത്തില്ല. കാര്യം എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വേണം, അത് നിങ്ങൾ TCS തന്നെ ചെയ്യണമെന്നില്ല. അതിന് മുന്നേ ഉള്ള ചെയ്തോ, ആദ്യം TCS ചെയ്യും. കാൽക്കുലേഷൻ ഒക്കെ കൂടി വന്നത് അപ്പോഴാണ്. അതിന് മുന്നേ ഇത്ര കോമ്പറ്റീഷനും ഇല്ലായിരുന്നു, അതിനുശേഷമാണ് കോമ്പറ്റീഷൻ കൂടി വന്നത്. അതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്തോ, കുഴപ്പമില്ല. ആദ്യം നിങ്ങളിത് സെറ്റാക്കി ഇരിക്കുക. അപ്പോൾ പഠിക്കുമ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഇത് വെച്ചിട്ട് ആകെ ഒരു എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഇത്രയും അങ്ങ് പാനിക്കാവേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യും, അത് അവർ ചേഞ്ച് ചെയ്യും. ഒരു എക്സാമിൽ പാനിക്കാവുന്നവർ, ഏറ്റവും കുറച്ച് പാനിക്കാവുന്നവരാണോ അവരായിരിക്കും ജയിക്കുന്നത്. ബാക്കി ആ എക്സാമിൻ്റെ മൗസിന്റെ പ്രശ്നം, കീബോർഡിന്റെ പ്രശ്നം, അതൊക്കെ എന്താണ് നമ്മുടെ ലെക്ക് പോലെ അനുസരിച്ചിരിക്കും. ലെക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, അതെന്താണ്, അത് ചേഞ്ച് ചെയ്യും. അതൊരിക്കലും പെർമനന്റ് ആയിട്ടുള്ളൊരു പ്രശ്നം ആവാൻ ചാൻസ് ഇല്ല, അങ്ങനെ നടക്കില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇനി ഉള്ളവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാനത് ഓരോ സബ്ജക്റ്റ് വൈസ് പറയാം. ക്വാണ്ടിൻ്റെ, ഇപ്പോൾ ക്വാണ്ടിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുവരെ ഇപ്പോൾ CGL 2025 എഴുതുന്ന ആൾക്കാരുണ്ട്, അടുത്ത വരുന്ന എക്സാം അതാണ്. അതിനകത്ത് ഒരു കോമഡി ഉണ്ട്. കോമഡി എന്ന് പറഞ്ഞാൽ ഇവന്മാർ SSC എന്തായിരുന്നു പറഞ്ഞത്, ഓഗസ്റ്റ് 13-ാം തീയതി CGL നടത്തുന്നതായിരുന്നു. പക്ഷേ ഒരു നോട്ടീസ് വന്നു 23-ാം തീയതി. അതിനകത്ത് 2025 ഓഗസ്റ്റ് നടത്താൻ പോകുന്ന എക്സാമിനെ പറ്റി പറഞ്ഞു. അതിനകത്ത് CGL എവിടെയില്ല. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഈ നമ്മുടെ സ്റ്റെനോയും ഉണ്ടായിരുന്നു, CGL ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു സെലക്ഷൻ പോസ്റ്റിന്റെ പ്രശ്നങ്ങൾ കാരണം CGL ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. ഉറപ്പില്ല, കാര്യം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ CGL 2025 എന്ത് ചെയ്യണം, അല്ലെങ്കിൽ SSC 2026 എന്ത് ചെയ്യണം, അതിനകത്ത് CGL CHS എല്ലാം വരും. അപ്പോൾ CGL 2025 ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. നിങ്ങൾ അത്യാവശ്യം പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ, ഞാൻ CGL 2025 എന്ന് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നിങ്ങളെല്ലാം പഠിച്ചു, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മോക്കൊക്കെ എഴുതി സെറ്റായിട്ടിരിക്കുന്നവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് കാര്യം. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്, അവർ ഈ ഒരു പുതുതായിട്ട് വന്ന, ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക്, ഒലി ബോർഡ്, അവരുടെ RBE, നമ്മുടെ പിന്നെ അതുണ്ട് റാങ്കേഴ്സ് ടെസ്റ്റ് സീരീസ്, അങ്ങനെ എന്തോ ഗഗൻപ്രധാന ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്രയും, ഇത് ഞാൻ ഒരുപാട് പറയുന്നില്ല. നിങ്ങൾ ഇത് 3 മതി. ഇത് 3 ന്യൂ ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, ന്യൂ ആയിട്ട് വരുന്ന ടെസ്റ്റുകളിലൂടെ ചെയ്യുക, എലോങ് വിത്ത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ന്യൂ ടെസ്റ്റുകളോട് ചെയ്യുക, സിമ്പിളായിട്ട് പറയുന്നുണ്ട്. അതിനൊന്നും വേറെ ഒന്നും ചെയ്യാനില്ല, ന്യൂ ടെസ്റ്റായിട്ട് ചെയ്യുക. ഞാൻ ക്വാണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ന്യൂ ടെസ്റ്റുകൾ ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റ്സ്, നമ്മുടെ മീൻ മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതെല്ലാം പഠിക്കുക. ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. പ്രോബബിലിറ്റിക്ക് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലെ മാഗ്നാമെറ്ററിലുണ്ട് 3 വീഡിയോ ഉണ്ട്, അത് 3 നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതിനകത്ത് വരുന്ന ഈ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുക, ഇത് വരുന്ന ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുക. പിന്നെ ഏതുള്ള കോർഡിനേറ്റ് ജോമെട്രി CG ജോമെട്രിയുടെ പാർട്ടാണ്. അതും എന്താണ്, നമ്മൾ ഓൾറെഡി പഠിക്കേണ്ടതാണ്. നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടും എന്ത് ചെയ്യാം, ഞാൻ CGL മുമ്പേ കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരാം. അത് കണ്ട് പഠിക്കുക. ലോഗിൻ്റെ കാര്യം അറിഞ്ഞിട്ട് ലോഗിന് നമുക്ക് എന്തെങ്കിലും എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ സെലക്ഷൻ പോസ്റ്റിൻ്റെ ആൻസർ കീ വരുമ്പോൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്യും, ആൻസർ കീ വന്നിട്ട്. അപ്പോൾ അല്ലാതെ നിങ്ങൾ ഡ്രാസ്റ്റിക് ആയിട്ട് എല്ലാം കൂടെ എടുത്ത് പാറ്റേൺ മാറി എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലം തപ്പി പിടിച്ച് പോകരുത്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അത്, പുതിയ സ്ഥലം തപ്പി പോകരുത് ഒരിക്കലും. നിങ്ങൾ എന്ത് സോഴ്സാണോ ഫോളോ ചെയ്തത്, അതിപ്പോൾ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എവിടെ നിന്നാണോ പഠിച്ചത്, നിങ്ങൾ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ നിന്ന് പഠിച്ചവരാണ്, ഓൺലൈൻ കണ്ടന്റ് പഠിച്ചവരാണ്, അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ അത് സെറ്റായിട്ട് ഇതുവരെ പഠിച്ച് സെറ്റാക്കുക. നിങ്ങൾ ഇപ്പോൾ കൊണ്ടുപോയിരുന്ന ഒരു റൊട്ടീൻ ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ, അതും സെറ്റായി പോവുക. അതിനകത്തായിട്ട് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു ന്യൂ മോക്കുകൾ ചെയ്യുക, ന്യൂ ആയിട്ട് വരുന്ന മോക്കുകൾ ചെയ്യുക, അല്ലെങ്കിൽ മാത്സ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വീഡിയോസ് കണ്ട് പഠിച്ച് അതും ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യുക. അതേ ഉള്ളൂ. പിനാക്കിൾ ബുക്ക് ചെയ്യുന്നവർ പിനാക്കിൾ ബുക്ക് ചെയ്തോ, ഒന്നുമില്ല. പിനാക്കിൾ ബുക്ക് ചെയ്യുന്ന അതിനകത്ത് ഇപ്പം MTSന്റെ ക്വസ്റ്റ്യനൊക്കെ 25 ക്വസ്റ്റ്യൻ ഒരു സ്റ്റാൻഡേർഡും ഇല്ലെന്ന് പറഞ്ഞു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്നവർക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞു. അതൊരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വേസ്റ്റ് അല്ലാന്ന് മനസ്സിലാക്കുക. ഇത്രയാണ് 25 ചെയ്യേണ്ടത്. എൻ്റെ അഡ്വൈസ് മാത്രമാണ്. CG 2026 അല്ലെങ്കിൽ SSC 2026 പഠിക്കുന്നവർ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊരു പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ബേസ് സ്ട്രോങ് ആക്കുക. മാത്സിൻ്റെ ബേസ് സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ പ്ലേലിസ്റ്റിൽ പോവുക. പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ പോവുക. അതിൽ കംപ്ലീറ്റ് മാത്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, കംപ്ലീറ്റ് ഇംഗ്ലീഷ് ഉണ്ട്, ഇംഗ്ലീഷിൻ്റെ അത് പറയാം. കംപ്ലീറ്റ് മാത്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ്, അത് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തേ പറ്റും. ഫ്രീ അല്ലാത്തതിന് കാരണം അത് യൂട്യൂബിനാണ് നിങ്ങൾ ഇത് പോകുന്നത്. എനിക്ക് ലാഭം ഉണ്ടായിട്ടോ ഒന്നുമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ,
എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലാസ് ചെയ്തു, ഇപ്പോൾ അതിനകത്ത് ഒരു 40ഓളം ക്ലാസ്സുകളായി കറക്റ്റായിട്ട് പോകുന്നുണ്ട്, കറക്റ്റായിട്ട് ആൾക്കാർ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതിനകത്ത് എന്തുണ്ട്, അതിൻ്റെ കൂടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിൽ ഇതിൽ മെമ്പർഷിപ്പ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വീക്കിലി ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. വീക്കിലി എന്ന് പറഞ്ഞാൽ ഡെയിലി ടെസ്റ്റ് ഉണ്ട്, വീക്കിലി ടെസ്റ്റ് ടാർഗറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഇപ്പോൾ ഒരു 4-5 വീക്കുകളുണ്ട് പഠിച്ച് പോകുന്നുണ്ട്. പിന്നെ ജോയിൻ ചെയ്തവർക്ക് അതിൻ്റെ കൂടെ പോകാം. അപ്പോൾ ഇതിലെന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, പഠിത്തമാണ്. ഇപ്പോൾ ടോപ്പിക്കുകൾ പഠിക്കുകയാണ് ചെയ്തിട്ട്. ഇംഗ്ലീഷ്, റീസണിങ്, GK, മാത്സ് ഇവിടെ ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് ബേസ് സ്ട്രോങ് ആക്കാൻ ഉള്ളവർ എന്ത് ചെയ്യുക, ഈ കംപ്ലീറ്റ് മാത്സിൽ ചേരുക. എല്ലാ ചേഞ്ചസും, എല്ലാ കാര്യങ്ങളും, പുതിയ പാറ്റേണും എല്ലാം, പഴയ പാറ്റേണും എല്ലാം ചേർത്ത് കൺസെപ്റ്റ് വേണം, അതുപോലെ ട്രിക്ക് വേണം, ഓപ്ഷൻ എലിമിനേഷൻ വേണം, എല്ലാ കാര്യങ്ങളും, ഓൾ തിങ്സ്. അതുപോലെ അപ്ഡേഷൻ, എന്തൊക്കെ അപ്ഡേഷൻ ഉണ്ടോ, ലോഗൊക്കെ വന്നാൽ അതും ചെയ്യാം. ഈ ന്യൂ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, എല്ലാം ചേർത്തുള്ള ക്ലാസ് ആയിരിക്കും, അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഓൺലൈനിലെ കണ്ടന്റാണ് പറഞ്ഞത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏത് എഡ്യൂക്കേറ്ററിൻ്റെ എന്ത് ചെയ്യാം, ക്ലാസ് എടുത്ത് പഠിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആരുടെ വേണമെങ്കിലും, ഇത് ഇവിടുത്തെ ആവണമെന്നില്ല, എവിടുത്തെയാലും എടുത്ത് വൃത്തിയായിട്ട് പഠിക്കുക. ബേസ് സ്ട്രോങ് ആക്കുക. ഒരിക്കലും പ്രീവിയസ് ഇയർ മാത്രം കൊണ്ട് ഇനി കളി നടക്കില്ല. ബേസ് സ്ട്രോങ് ആക്കുക, അവരെന്താണോ പറയുന്നത് അതേപോലെ ചെയ്യും. ബേസ് സ്ട്രോങ് ആക്കുക. ഓഫ്ലൈൻ പഠിക്കുന്നവരാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും, ഓഫ്ലൈൻ ആണെങ്കിലും പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പോൾ കുറച്ച് നാൾ ചെറിയ ലെവലിൽ പഠിച്ച് പിന്നെ വലിയ ലെവൽ അതല്ല, പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ബാക്കി മോക്ക് ടെസ്റ്റ് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്താൽ മതി. ബാക്കി സ്ട്രാറ്റജി വീഡിയോ അല്ല ചെയ്യും. പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ സ്ട്രോങ് ബേസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പ്രീവിയസിന് മാത്രം ചെയ്ത് പഠിക്കാന്നുള്ള രീതിയിൽ നിന്ന് മാറ്റും. ഇതാണ് ക്വാണ്ടിൻ്റെ കാര്യങ്ങൾ. അതുപോലെ GK വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GK നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പർമാർ എന്ന് പറയുന്ന പുള്ളിയുടെ നല്ല ക്ലാസ്സാണ്. പർമാർ ആ പുള്ളിയുടെ ചാനലും യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ ഒന്നും ചെയ്യേണ്ട, വേറെ നിങ്ങൾ യൂട്യൂബ് ചാനലിലെ ക്ലാസ് ഒന്നും കാണണ്ട, ആപ്ലിക്കേഷൻ എടുക്കുക. അവരുടെ പർമാർ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിലെ ആ ഒരു GKയുടെ ബാച്ച് തന്നെ എടുക്കുക. GK ബാച്ച് 3.0 3.2 ഇപ്പോൾ ഏതാണോ കറണ്ടിലുള്ളത്, 3.2 ആണെന്ന് തോന്നുന്നു. കറണ്ട്ലി ഏതാണോ GK ബാച്ച് ഉള്ളത് ആ ആപ്ലിക്കേഷനിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് പൈസ കൊടുത്ത് എടുക്കുക. കുഴപ്പമില്ല, ഒരു പ്രശ്നവും, ഒരു നഷ്ടവുമില്ല. പൈസ കൊടുക്കുക എടുക്കുന്നുണ്ടോ ഒരു നഷ്ടമില്ല. ഇത് പണ്ട് ഡൽഹിയിലും ഒക്കെ ആ സമയത്ത് 10,000, 10,000, 20,000 ഒക്കെ കൊടുത്ത് ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് 5 വർഷങ്ങൾക്ക് മുമ്പ് ആ സംഭവം നിങ്ങൾക്ക് 1000, 1200 കിട്ടുമ്പോൾ അതിന് വിലയുണ്ട്, പക്ഷെ പഠിച്ചാൽ മാത്രം. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പും ഇവരൊക്കെ എന്താണ്, ഇപ്പോൾ ഒരിക്കലും എനിക്ക് വേറെ സബ്ജക്റ്റിനെ പറ്റി പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ എൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. അപ്പോൾ മാത്സിനെ പറ്റി എനിക്ക് പറയാൻ പറ്റും, അനലിറ്റിക്കലായിട്ട് പറയാൻ പറ്റും. ഇവിടെ ഈ ഒരു GK എന്ന് പറയുന്നത് അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് അതെടുത്തിട്ട് ഏത് ബാച്ചാണ് ഉള്ളത് അതെടുക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റിനും സ്റ്റാറ്റിക്കിൻ്റെയും പോളിറ്റിയുടെയും കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്ന ചേഞ്ചും എല്ലാം എന്ത് ചെയ്യും, അവർ ഉൾക്കൊള്ളിക്കും. ഇപ്പോൾ CGL 2025 പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതേ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് വേണ്ട, ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും മാറ്റണ്ട. എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പർമാറിൻ്റെ ചാനലിൽ നിന്ന് തന്നെ എക്സ്ട്രാ ആയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ എവിടെയാണോ പഠിച്ചത് അവിടെ അവർ പറയും ഈ ചേഞ്ചിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം, അത് ഫോളോ ചെയ്യുക. CGL 25 പുതുതായിട്ട് വരുന്ന CGL 27 ഇതിൻ്റെ എല്ലാം എന്താണ് സെയിം, എല്ലാ സബ്ജക്റ്റിനും സെയിം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെയിമാണ്. സെയിം കാര്യം തന്നെ ചെയ്യുക. ഞാൻ പുതുതായിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത എക്സാം എഴുതുന്ന പാനിക്കായിട്ടിരിക്കുന്നവരടുത്താണ് പറയുന്നത്. ഇതെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അതിൽ എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം ചെയ്യുക. പിന്നെ അതിനകത്ത് ക്ലാസ് നോട്ട് കിട്ടും, ആ ക്ലാസ് നോട്ട് വെച്ച് പഠിക്കുക. അതെല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യും. പിന്നെ ഇംഗ്ലീഷ് എന്താണ്, ഇംഗ്ലീഷ് നിങ്ങളുടെ റീഡിംഗ് ആണ്. ഇംഗ്ലീഷ് 2 ഇതുണ്ട്. CGL 2024 ചെയ്തവർ 25 എഴുതാൻ പോകുന്നവർ എന്ത് ചെയ്യുക, മാക്സിമം ഞാനൊരു അഡ്വൈസ് തരാം. CGL മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മെയിൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷൻ എടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷൻ എടുത്താൽ കിട്ടും. CGL മെയിൻസ് 2020, 2019, 2018 TCS വന്നപ്പോൾ നല്ല ക്വസ്റ്റ്യൻ ആണ്, 200 ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് അത് ചെയ്യും. അപ്പോൾ അതിലെന്തുണ്ട്, ഒരുപാട് പാസേജുകളും ഒരുപാട് PQRSകളും ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ന്യൂ ആയിട്ടുള്ള ആ ഇൻ്റർഫേസിൽ തന്നെ എഴുതി അല്ലെങ്കിൽ വായിച്ച് നോക്കാം. അവിടെ എന്തോ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഇപ്പോൾ വലിയ പാസേജൊക്കെ തന്നെ സ്ക്രോളായി പോകുന്നൊക്കെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതൊക്കെ അവർ സോഫ്റ്റ്വെയർ മാറ്റാനൊന്നും എന്ത് ചെയ്യുന്നില്ല. ഇവർ ടെക്സ്റ്റ് ബുക്കുകാരും ബാക്കിയുള്ളവരും ഒക്കെ മോക്കിറക്കുന്നുണ്ട്. അതിനും പൈസ ഉള്ളവരാണ് ഈ എന്താണ് SSCയിലുള്ളവർ. അവർക്ക് അതൊക്കെ മാറ്റാൻ പറ്റും, അതൊന്നും പ്രശ്നമില്ല. അത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് CGL നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, CGL 2025 അങ്ങനെ നോക്കാം. ഇനി അല്ല 26 എക്സാമുകൾക്ക് പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും
ആ നേരത്തെ പറഞ്ഞ ആ ഒരു മെമ്പർഷിപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും 26 കംപ്ലീറ്റ് ആവും. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, സ്ട്രാറ്റജി പറഞ്ഞ കാര്യങ്ങൾ, നീതു മാമിൻ്റെ ബുക്ക്, പിന്നെ ടെലിഗ്രാം ചാനലിലുള്ള ആ ഡെയിലി ടാസ്ക് നിങ്ങൾ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ എന്നല്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്ത് അത് ചെയ്യാവുന്നതാണ്. ഡെയിലി ഇടുന്ന ടെലിഗ്രാം ചാനലിലെ ഡെയിലി ടാസ്ക്, അത് ഒരുപാട്, ഒരു ദിവസം 30 ക്വസ്റ്റ്യൻ വെച്ചൊക്കെ നിങ്ങൾ ചെയ്യും. അങ്ങനെ നിങ്ങൾ ഓവർ ദ ലോങ് ടൈം എന്ത് ചെയ്യും, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും. അതുപോലെ റീഡിങ് ഒരു 20 മിനിറ്റ്, സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതെന്ത് ചെയ്യുക, ബേസ് സെറ്റാക്കുക. ബേസാണ് ഇമ്പോർട്ടൻറ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതിൻ്റെ കൂടെ ഒരു ഹെൽപ്പാണെന്ന് മാത്രം. ഇംഗ്ലീഷിന് എന്താ ചെയ്യുന്നത്. പിന്നെ റീസണിങ് ആണ് ഇപ്പോൾ കുറച്ച് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. റീസണിങ്ങിന് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. റീസണിങ്ങിന് ക്രിട്ടിക്കൽ തിങ്കിങ്, അത് ക്വസ്റ്റ്യൻ്റെ ലെവൽ വന്നിട്ടേ മനസ്സിലാവും. CGL 2025 ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ വീഡിയോ നോക്കാം, ഇതിന് നിങ്ങൾക്ക് വീഡിയോ നോക്കാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസണിങ് ഹാർഡ് ടോപ്പിക് അങ്ങനെ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ വരുന്ന കുറച്ച് പേര് ഉണ്ടാക്കും. ഇതിൽ എക്സ്പെർട്ട് ആയവർ, റീസണിങ് പഠിപ്പിക്കുന്നതിൽ എക്സ്പെർട്ട് ആയവർ എന്ത് ചെയ്യും, വീഡിയോ ഉണ്ടാക്കും. അത് കണ്ട് പഠിക്കാം. നമുക്കിപ്പോൾ ആരുണ്ടാക്കിയാലും എന്താണ്, നമുക്കിപ്പോൾ ഒരുപാട് സോഴ്സുകളുണ്ട്, നല്ല സോഴ്സുകൾ സെലക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. റീസണിങ്ങിൻ്റെ ഹാർഡ് ടോപ്പിക്ക് പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് മാത്രം കൊണ്ട് നടക്കും തോന്നുന്നില്ല. പ്രീവിയസ് വേണം ഒരു 25. പക്ഷെ ഇതെന്താ പ്രശ്നം, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ്. ഇവിടെ GK കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ അടുത്ത് ചോദിക്കുന്നതെന്ന് പറയുന്നു. ഈ സെലക്ഷൻ പോസ്റ്റിൽ പണ്ടൊക്കെ TCS 2023 ചോദിക്കുന്നത്. ഇപ്പോൾ എന്തല്ല 2024, 2025 വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സും ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകും. ഈ പ്രാക്ടീസ് റീസണിങ്ങിന് ആവശ്യമാണ്. ഇപ്പോൾ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഇതും സീരീസൊക്കെ കുറച്ച് പാടാണെന്ന് പറയുന്നു. ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി CGL 26 നോക്കുന്നവരോ, CGL 2026 നോക്കുന്നവർ ഒരു ക്ലാസ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ടോപ്പിക് എടുത്ത് ചെയ്യാന്നുള്ളതായിരുന്നു. അല്ല ഇനിയിപ്പം വലിയ പ്രയാസമായിട്ടാണ് വരുന്നതെങ്കിൽ ഏതെങ്കിലും ക്ലാസ് എന്ത് ചെയ്യാം, ഞാൻ നോക്കിയിട്ട് സജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് പറയാം. ബാക്കി കുട്ടികൾ കൂടെ ഉപകാരമായിക്കോട്ടെ. എപ്പോഴും നമ്മളുടെ 4 സബ്ജക്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതൊക്കെ എൻ്റെ അഡ്വൈസ് മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾ പാനിക്കായിട്ട് ഒരു കാര്യമില്ല. പാനിക്കായിട്ട് എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ ആ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ പാനിക്കാവുന്നതിന് ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടും, അങ്ങനെ വിചാരിച്ചത്. അപ്പോൾ ക്രിട്ടിക്കൽ റീസണിങ് വന്നത് ഒരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ടഫായിട്ടുള്ള എക്സാം വരുന്നത് നല്ലതായിട്ട് കാണുക. ടഫായിട്ട് വരുമ്പോൾ എന്താ ഗുണം, നമുക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഒറ്റ കാര്യം കൂടെ പറയാം. നിങ്ങൾ ഇപ്പം ഞാൻ ഒരു കമൻറ്റ് കണ്ടാണ്, ഒരാൾ 2027 CGL കിട്ടിയിട്ട് 2025 CGL വേണ്ടി ഒരു ജോലി കിട്ടി. എന്നിട്ട് 2025 CGL വേണ്ടി പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ജോലി കളയാനിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, പുള്ളിക്ക് ഇത് വരുന്നു, കളഞ്ഞാൽ എന്ത് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ. അപ്പോൾ ഈ 2021 അല്ലെങ്കിൽ 22 CGL 21 പഠിക്കുന്നവർ, അല്ലെങ്കിൽ 20 കഴിഞ്ഞ് 20 ജോലി കിട്ടാത്തവർ 21 എഴുതും. പിന്നെ 22, 23, 24, 25 ഇങ്ങനെ എഴുതി പോകുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ഈ എഴുതുന്നവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ജോലി കിട്ടും? ചിലപ്പോൾ ഇവർക്ക് ഇവിടെ കിട്ടും, 21 തുടങ്ങിയവർക്ക് ഇവിടെ കിട്ടും, അല്ലെങ്കിൽ ഇവിടെ കിട്ടും, അല്ലെങ്കിൽ ഇവിടെ കിട്ടും. എന്തുകൊണ്ടാണ്? ഈ TCS നടത്തുന്ന ഒരേ പാറ്റേൺ, സെയിം പാറ്റേൺ. അതായത് ചുമ്മാ പോയി എഴുതിയാലും പ്രിലിംസ് കിട്ടും, കുറച്ചൊന്ന് പഠിച്ച് പോയി എഴുതിയാൽ ജോലി കിട്ടും. അപ്പോൾ അത് എന്താണ് ഒരു പ്രശ്നം തന്നെയാണ്. ഇവർ ഈ ഒരു പാറ്റേണിൽ തന്നെ പോയാൽ 26 എന്ത് ചെയ്യും, ഇവർക്ക് ഇതിൽ അർഹതയായവർക്ക് അല്ലെങ്കിൽ ബിഗിനറായിട്ട് ഇവിടെ ചാർട്ട് ചെയ്തവർക്ക് പിന്നെയും കിട്ടാൻ പിന്നെ എന്ത് ചെയ്യും, പിന്നെ സമയങ്ങളെടുക്കും. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് ഈ ഒരു സെയിം പാറ്റേൺ, മാറ്റം എന്ന് പറഞ്ഞാൽ നല്ലതിനാണ്, അങ്ങനെ വിചാരിക്കുക. നല്ല മാറ്റങ്ങൾ വരട്ടെ. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഈ ഒരു പാറ്റേൺ ഇങ്ങനെ പൊക്കോണ്ടിരുന്നത് ഇത് നല്ലതല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഈ ജോലിക്ക് കയറി ഒരു വട്ടം ജോലിക്ക് കയറിയവർ അടുത്ത എക്സാം പഠിക്കുന്നത്, അത്യാവശ്യം തിരക്കുള്ള ജോലികളാണെങ്കിൽ അടുത്ത എക്സാം എഴുതുന്നത് കുറയും. എപ്പോൾ ഡിഫിക്കൽറ്റി ലെവൽ കൂടിക്കഴിഞ്ഞാൽ, ഡിഫിക്കൽറ്റി ലെവലും പാറ്റേണും മാറിക്കഴിഞ്ഞാൽ. പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ എല്ലാത്തിനും ഒരേപോലെ എടുത്തിടാതെ ഇപ്പോൾ AI ജനറേറ്റഡ് ആണെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല പാറ്റേൺ വരുവാണെങ്കിൽ, നല്ല കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ബിഗിനറായിട്ട് ഇപ്പം പുതുതായിട്ട് വരുന്നവർക്കും എന്ത് ചെയ്യാം, അവിടെ ഒരു ഫെയർ കോമ്പറ്റീഷൻ കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ 1 വർഷം പഠിക്കുന്ന ഒരാളും 2 വർഷം പഠിക്കുന്ന ഒരാളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പ്രാക്ടീസൊക്കെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഫെയർ കോമ്പറ്റീഷൻ എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്താൻ ഇതൊരു സഹായമാണ്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക കേട്ടോ, കുറച്ച് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക. പാനിക്കാവരുത്, ഒരിക്കലും പാനിക്കായിട്ട് കാര്യമില്ല. ബാക്കി പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തോളും, അവിടെ നടന്നോളും. നിങ്ങൾ പാനിക്കായിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ പ്രൊട്ടസ്റ്റിനെ പറ്റിയോ അതിനെപ്പറ്റിയോ ഒന്നും ആലോചിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ ആശങ്കകളും എല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്ത് ചെയ്യണ്ട, ഒരുപാട് നമ്മൾ ആശങ്കകൾ കൊണ്ടുവന്നാലും പ്രശ്നമാണ്. പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. അപ്പോൾ സെലക്ഷൻ പോസ്റ്റിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചു. അത് നിങ്ങളുടെ തയ്യാറെടുപ്പ്, ഇപ്പോൾ കുറച്ച് പേരുടെ 2-3 ദിവസം കൊണ്ട് തയ്യാറെടുപ്പായാലും മാനസികാരോഗ്യമായിട്ടും ബാധിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചുമ്മാ ഉത്കണ്ഠയൊക്കെ കൊണ്ട് പഠന സമയം കുറയ്ക്കരുത്.
ഓക്കെ നിങ്ങളാണ് ഒരു മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം പോയി കുഴപ്പമില്ല പോട്ടെ, ഇനി അതും ഓർത്തിരുന്നാൽ നിങ്ങളുടെ സമയം പോകത്തേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഈ പെട്ടെന്നുള്ള മാറ്റത്തും കൊണ്ടാണ്. അപ്പോൾ പുതിയ പാറ്റേണും വെണ്ടറും കൊണ്ടുള്ള ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അപ്പം അതിനെപ്പറ്റി നിങ്ങൾ അധികം ഒരുപാട് വീഡിയോസും തപ്പിയൊന്നും പോകണ്ട. അടുത്ത എന്തായിരിക്കും എന്നുള്ളൊരു പ്രശ്നമാണ്. അടുത്തൊന്നുമില്ല, അടുത്ത എക്സാം നടക്കും. നിങ്ങൾ പക്ഷേ അപ്പോൾ അവസാനം എക്സാം എഴുതുന്ന സമയത്ത് തലേന്നല്ല നോക്കേണ്ടത് നിങ്ങൾ പഠിച്ചോ എന്നുള്ളത് കേട്ടോ. പരീക്ഷ കടുപ്പമാണെങ്കിൽ എല്ലാവർക്കും എന്താണ് കടുപ്പമാണ്. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള ഒരു ചലഞ്ചാണ്, അത് എല്ലാവർക്കും ഉള്ളതാണ്. എത്ര ആൾക്കാർക്കാണ് ഉള്ളതാണ്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 1000 കിലോമീറ്റർ. പണ്ട് റെയിൽവേ എക്സാമിന് ഇങ്ങനെ സെൻറ്റേഴ്സ് ദൂരെ കിട്ടിയിട്ടുണ്ട്. റെയിൽവേ എക്സാമിന് ഇവിടെ ഉള്ളവർക്ക് അങ്ങും ബീഹാറിലുള്ളവർക്ക് ഇവിടെയും താഴെയും കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് വന്ന് എഴുതുന്നവരുണ്ട്, എക്സാം ഇപ്പോഴും എഴുതുന്നവരുണ്ട് നോർത്ത് ഇന്ത്യക്കാരൊക്കെ വേറെ എക്സാംസ്. അപ്പോൾ അതൊക്കെ ഒരു നോർമലായിട്ട് ചിലപ്പോൾ വരും. അതും എന്ത് ചെയ്യണം, നിങ്ങൾ തരണം ചെയ്തേ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് മിസ്ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് കാര്യം എന്ന് വെച്ചാൽ എന്താ, ഒരു വീഡിയോ ചെയ്താൽ ഒരുപാട് പേര് കാണും. എല്ലാവരും ഇതിൻ്റെ പുറകെയാണ്. ഒരുപാട് മെയിനായിട്ട് ഹിന്ദി ചാനലാണ് കേട്ടോ, ഹിന്ദി ചാനലാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പേര് എന്ത് ചെയ്യും, വീഡിയോ ചെയ്യും, വീഡിയോ ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. ഒരു ഒറ്റ എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യണ്ട, ബാക്കി പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും തള്ളി പറയുന്ന ഒരു ഇതിലോട്ട് പോകരുത് നിങ്ങൾ. ഒരൊറ്റ എക്സാമേ നടന്നിട്ടുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് അത് എപ്പോഴും ഉണ്ട് കേട്ടോ. അതിപ്പോൾ അതിനെ പുറയൊന്നും പോകണ്ട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയല്ല കേട്ടോ. ഒരു ഷിഫ്റ്റ് വെച്ചിട്ടുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ വലിയ മാറ്റം വരുത്തുന്നത്, പഠിച്ചുകൊണ്ടിരുന്നതിൽ വലിയ മാറ്റം വരുത്തുന്നത് ഭയങ്കര എന്തായിരിക്കും, നഷ്ടമായിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ CGL 25 പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പേടിക്കാതിരിക്കുക. ഒരു നിങ്ങളുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഏത് സോഴ്സ് ആയിക്കോട്ടെ, അത് പെട്ടെന്ന് മാറ്റാൻ പാടില്ല. ഒരു അടിസ്ഥാനം, ഷിഫ്റ്റിൻ്റെ അടിസ്ഥാനം മാത്രമല്ല, നിങ്ങളുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, ഉറച്ചു നിൽക്കുക. ഓരോ വിഷയത്തിനും നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അധ്യാപകർ അത് എവിടെയാണോ പഠിച്ചത് അതിലെന്ത് ചെയ്യുക, വിശ്വാസം അർപ്പിക്കുക, സ്ഥിരത. നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റൻസി ഉണ്ടോ അതാണ് നല്ലത്. ഓൺലൈനോ ഓഫ്ലൈനോ പ്രതിഷേധങ്ങളിലൊന്നും നിങ്ങൾ പങ്കെടുക്കണം. ഓൺലൈൻ എടുത്തോ, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻസ് എവിടെ ആയിരിക്കണം, നിങ്ങളുടെ പഠിത്തത്തിലായിരിക്കണം. അതുപോലെ എപ്പോഴും ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ നോക്കുക. ഇത് പൊതുവായിട്ടുള്ളൊരു ചലഞ്ചാണ്. അപ്പോൾ പരീക്ഷ പാറ്റേൺ കൂടുതൽ കഠിനമാക്കിയാൽ അതെന്താണ്, അതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ മറ്റ് ആൾക്കാരുമായിട്ട്, മറ്റ് ആസ്പിരൻസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ബെറ്റർ ആവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ മാനസികാരോഗ്യം, നിങ്ങൾ കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ, കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ പാറ്റേൺ വരുന്നത് സ്വാഭാവികമാണ്. ഇങ്ങനെ പുതിയ ആൾക്കാർ വരുമ്പോൾ, പുതിയ വെണ്ടർ വരുമ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ കുറച്ച് പൊരുത്തപ്പെടാൻ നിങ്ങൾ സമയം എടുക്കുക. അതിന് പക്ഷേ എന്തുണ്ട്, പണ്ടത്തെ പോലെ അല്ല. പണ്ടത്തെ പോലെ അടുത്ത എക്സാം വരുമ്പോഴേ ചെയ്യാൻ പറ്റുന്നല്ല. നിങ്ങൾക്ക് ഉടനെ ഒരു എക്സാം നടന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഈ ചാനലും എല്ലാം ഉണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവർ പാറ്റേൺ മാറ്റാൻ ഒരു ദിവസത്തെ പ്രശ്നമുള്ളൂ. എന്ത് ചെയ്യുന്നു, അവർ ആ പുതിയ പാറ്റേൺ ഇറക്കി, ഒരു പ്രശ്നമില്ല. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. പുതിയ പാറ്റേണിൻ്റെ ഇതിൽ ഓരോന്നിനും മാത്സിനൊക്കെ എന്ത് ചെയ്യണമെന്ന് ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ റീസണിങ്ങിൻ്റെ മാത്രമുള്ളൊരു പ്രശ്നമായിട്ടിരിക്കുന്നത്, അത് കുറച്ച് എക്സാം ഇതായിട്ട് എന്ത് ചെയ്യാം, അടുത്ത മുന്നോട്ടുള്ളവർക്ക് എന്ത് ചെയ്യാന്ന് പറയും. CGL 25 പുതിയ പാറ്റേണുള്ള മോക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല. RBE എന്ന് പറയുന്ന ചാനലുണ്ട്, RBE റെവല്യൂഷൻ, നല്ല ചാനലാണ്. നിങ്ങൾ അതിലുള്ള ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഈ ഒരു ചാനൽ മാത്രം മതി. വേറെ മാത്സിൻ്റെ ചാനലുള്ളൂ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ചുമ്മാ കുറേ ഇതിന് വേണ്ടിയൊക്കെ ആൾക്കാരുണ്ട്, വെറുതെ ഫെയിമിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എന്തിനാണ് RBE ചാനൽ ചെയ്യാം. RBE ചാനലിലെ നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്. അതുപോലെ പർമാറുണ്ട്, അത് ഓക്കെയാണ്. ആ 2 ചാനൽ ഫോളോ ചെയ്താൽ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും കേട്ടോ. നോട്ടിഫിക്കേഷനും അപ്ഡേറ്റ്സും ഒക്കെ ഇത് ഫോളോ ചെയ്യും കേട്ടോ. ഇവരുടെ കണ്ടന്റ് എടുക്കാനല്ല പറയുന്നത്, ഒരു നോട്ടിഫിക്കേഷൻ, ആ വീഡിയോസ് ഓതൻറ്റിസിറ്റി ഉള്ളതാണ്. അപ്പോൾ അത് മാത്രം ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. വേറെ നിങ്ങളുടെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നന്നായിട്ട് പഠിക്കുക, എല്ലാ വീഡിയോസും കണ്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.